ഭാഗ്യവാന്മാർക്ക് പെൺമക്കളുണ്ടാവുമെന്ന. ഒന്നേ ഉള്ളെങ്കിലും താൻ ഭാഗ്യവാനാടൂ. അവിടെ 2 ആമക്കളായപ്പം പെണ്ണുണ്ടാവുന്നവരെ മേരിക്കുട്ടി പേറാൻ തയ്യാറായിരുന്നു. പക്ഷെ ഞാനോ കാശ്മീരിലും രാജസ്ഥാനിലും ഒക്കെ പോയി വെയിലും മഞ്ഞൊക്കെ കൊള്ളാനായിരുന്നു വിധി. അതേതായാലും നന്നായി. ഇന്ത്യൻ ആർമിക്ക് സ്തുതി. എന്തു പറ്റി ഒരു വല്ലായ്മ? താമസിച്ചപ്പോഴേ തോന്നി. വർഷമോടെ ബർത്ത്ഡേ അല്ലായിരുന്നോ? കേക്കും ബിരിയാണിയും. ഓ അതാണല്ലേ. കേക്കും ബിരിയാണി അത് പിറന്നാളുകാര് തന്നെ കൊണ്ട് തന്നിട്ട് മണിക്കൂർ 2 ആയി. മണിക്കൂർ 2? ഓ, സമയം പോയ പോക്കേ. ചൗക്കിദാർ ചോർ ഹേ. ഞാനും മോനും കൂടെ ചെറുതായിട്ടൊന്ന്. മോനോ? നീ അല്ലടാ, മോൻ മോഹനൻ. ജയിലിലെ കൃഷി വളരെ നേരത്തെ ആരംഭിച്ചതാണ്. എല്ലാ ജയിലിലും സജീവമായിട്ട് തന്നെ കൃഷി തുടരുന്നുണ്ട്. ഇപ്പം കൃഷി ആയാലും പിന്നെ ചപ്പാത്തി മേക്കിംഗ് ആയാലും അല്ലെങ്കിൽ ശരിയാക്കാം. താൻ ആ SI ഒന്ന് കാണ. സർ. വരൂ. ഇരിക്ക്. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. പുറത്തിറങ്ങിയ അന്ന് വെട്ടി വെട്ടി നുറുക്ക് ഞാൻ അവനെ. ഉള്ളിലൊഞ്ഞൊരു കരച്ചിലിന് 1000 കുമ്പസാരത്തിന്റെ വിശുദ്ധിയുണ്ട്. ഇന്ന് പ്രസൻറ്റേഷൻ വെക്കേണ്ട ദിവസമാണ്. ഇന്ന് തന്നെ വെക്കണമെന്നാണ് മിസ് പറയുന്നത്. ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? നമുക്ക് ക്ലാസ്സിൽ ചെന്നിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ശരിയാക്കണം കേട്ടോ. പ്രിപ്പയറും ചെയ്തില്ല. നീ ഒന്നും ചെയ്തില്ല. എനിക്കൊന്നും ചെയ്തിട്ടില്ല.
എന്താടി പറ്റിയേ? നീ എന്തിനാ കരഞ്ഞേ? ഒന്നുമില്ല. മിസ്സേ, വർഷ ക്ലാസ്സിലില്ല. എവിടെ പോയി? രാവിലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇല്ല. ഈ കുട്ടി ഇത് മിസ്സേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? ഇത് പിന്നെ ഏ സാർ ഇവിടെ വെച്ചൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യരുത്. ക്ലാസ് ടൈമാണ്. അയാളവിടെ രക്ഷപ്പെട്ടാലെന്ന് കരുതി ഞങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. ലൈബ്രറിയിലൊരു ഡ്യൂട്ടി കൊടുത്ത് നിർത്തിയിരിക്കുക. സാറേ, ഇപ്പൊ ഞാനൊരു പോലീസുകാരനായിട്ടല്ലടാ, ഒരു അച്ഛനാ. എനിക്ക് കൊണ്ടൊരു മോള്. ഒറ്റ കാര്യമുള്ളൂ, കഴിവറമാനെ കഴിഞ്ഞ തഴി ഒടിച്ചിട്ട് ബെഡേ കിടത്തിയിട്ട് അവിടെ ഇരുത്തി അങ്ങ് ഇരുത്തണം, അത്ര തന്നെ. പിന്നെ അവൻ ജീവിതത്തിൽ ഇതിനെ പറ്റി ചിന്തിക്കരുത്. നിയമപരമായി ശിക്ഷിക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ ഒറ്റയ്ക്ക് കിട്ടാണ്ട് എടുത്തിട്ട് ഇടിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരുടെ ഏൽപ്പിക്കണം. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള പെൺകുട്ടികളൊക്കെ എന്ത് വിശ്വസിച്ച് പുറത്തോട്ട് ഇറങ്ങും? അപ്പോൾ ഈ സ്ത്രീ സുരക്ഷാ നിയമം ശക്തമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നെങ്കിൽ അയാളെ ജനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അയാൾ ജീവിച്ചിട്ട് കാര്യമില്ല, അയാളെ കൊല്ലണം. എന്ത് പീഡനം? ആര് പിന്നെ നടത്തി? നിങ്ങൾ ഈ പത്രക്കാരും ചുമ്മാ പാപ്പടിച്ചതിനെ വെറുതെ ഒരു നിരവധിയാകാൻ പരിപാടിയെന്നോ? ഒരു പെണ്ണുകൾ പറഞ്ഞ എന്ത് കാണിക്കുന്നത്? വർഷങ്ങളായി എനിക്കറിയാവുന്നതാണ് ജോസഫേട്ടൻ. ജോസഫേട്ടനെ ഞാൻ ജോസഫേട്ടൻ പോലും തികച്ച് വിളിക്കാറില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം നല്ലൊരാളാണ്, എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അദ്ദേഹം ഇതിനകത്ത് ഇൻവോൾവ് അല്ല. രക്ഷകരാവേണ്ടവർ തന്നെ ശിക്ഷകരാകുന്ന അങ്ങേയറ്റം ക്രൂരമായ പീഡനമാണ് കുടുംബസുഹൃത്തും സ്കൂളിലെ സെക്യൂരിറ്റി ഗാർഡുമായ വ്യക്തിയിൽ നിന്ന് പള്ളവട്ടത്തെ +1 വിദ്യാർത്ഥിനിക്ക് നേരിടേണ്ടി വന്നത്. പുറത്തിറങ്ങിയ അന്ന് വെട്ടി വെട്ടി നുറുക്ക് ഞാൻ അവനെ. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞിനെ കൊല്ലു ഞാൻ അവനെ. അച്ഛന് നല്ലടാ എന്റെ കുഞ്ഞ് പിന്നെ വിളിക്കുന്നേ. ഇപ്പൊ ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. എനിക്കൊരു പെൺകുഞ്ഞാ, പേടിയാ. എവിടെ പോയാലെന്താ? ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കാൻ ഈശോയെ?
നിങ്ങളൊന്ന് കുറച്ചു നേരം പുറത്തോട്ടേക്കോ. അമ്മയോടോ ചേച്ചിയോടോ ഏറ്റവും അടുത്ത കൂട്ടുകാരോടോ പറയുന്ന പോലെ ധൈര്യമായിട്ട് പറഞ്ഞു. അന്ന് എന്താ സംഭവിച്ചേ? എൻ്റെ പപ്പായെ പോലെ ഇഷ്ടമായിരുന്നു എനിക്ക്. അതുകൊണ്ട് എന്നോട് സംസാരിച്ച് ക്ലാസ്സിലോട്ട് വന്നപ്പോൾ എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. പക്ഷെ പെട്ടെന്ന് കയറി പിടിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി. മോൾ അച്ഛനെ പോലെ കരുതിയിരുന്ന ആളാ. മോൾ അച്ഛനാ വിളിച്ചിരുന്നത് പോലും. എങ്ങാനും തെറ്റിദ്ധരിച്ചതാണോ? അല്ല അല്ല, ഞാനിത് ഇങ്ങനെ പറഞ്ഞു തരണ്ടേ. കൈ തട്ടിക്കളഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഓടിയത്. അപ്പോഴാ ലക്ഷ്മിയും ഫാത്തിമയും കണ്ടത്. പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും മോളെ. എങ്കിലും സംഭവിച്ചോ പറയണം. റിലാക്സ് റിലാക്സ്. സഹതടവുകാരുടെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന പള്ളവട്ടം പീഡനക്കേസ് പ്രതി ജോസഫ് ഇന്ന് ആശുപത്രി വിടും. വിചാരണാ നടപടികൾ അടുത്തയാഴ്ച പുനരാരംഭിക്കാനിരിക്കെ മതിയായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ. മനുഷ്യന്റെ എല്ലാ പവിത്ര വികാരങ്ങളെയും ബന്ധങ്ങളെയും അങ്ങേയറ്റം അവഹേളിക്കുന്ന ഇത്തരം ജന്മങ്ങൾ ഇനി പുറലോകം കാണാതിരിക്കാൻ നീതിപീഠത്തിന്റെ കരുത്തിലാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ നിങ്ങൾ ചെയ്തത് ഒരു വലിയ കാര്യമാണ്. ഇയാളിങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടപ്പോ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സാറേ. അച്ഛനെ എങ്ങനെ കണ്ടപ്പോ രക്ഷിക്കണം, ആ പാവത്തിനെ രക്ഷിക്കണം സർ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരാൾ മാത്രമല്ലല്ലോ അനുഭവിച്ചതും അനുഭവിക്കുന്നതും. നാട്ടുകാരും ബന്ധുക്കളും മൊത്തം വേർത്തൊരു വീടുണ്ട്. അവിടെ ഭർത്താവ് ഇപ്പോഴും തെറ്റുകാരനല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വൃദ്ധയുണ്ട്. അപമാനം കൊണ്ട് അവരെ ഉപേക്ഷിച്ചു പോയ മകനും മരുമകളും ഉണ്ട്. എല്ലാവരും നിന്നെ ആത്മാർത്ഥമായി സ്വന്തം മോളെ പോലെ സ്നേഹിച്ചിരുന്നവർ. ഇതേ നാട്ടുകാർ നിന്നെ വെറുക്കും, തള്ളിപ്പറയും. കൊന്നോട്ടെ, അവരെന്നെ കൊന്നോട്ടെ. ഇത് നീ ഇനിയും മാറ്റി പറയില്ലെന്ന് എങ്ങനെ വിശ്വസിക്കും? ഇല്ല സർ, ഇതിലെഴുതിയിരിക്കുന്ന മുഴുവൻ സത്യമാ സാറേ. ഞാൻ മരിച്ചാലേ ഇത് വിശ്വസിക്കുള്ളൂങ്കിൽ ഞാൻ അതിനും തയ്യാറാ. ഇതെന്റെ തെറ്റാ, എന്റെ തെറ്റ്. എഴുന്നേക്കാൻ. അച്ഛാ, മിണ്ടി പോകരുത്, ഒന്നുകളെയാ വേണ്ടത്. അച്ഛാ, ഞാൻ എന്റെ ഈശോയെ, ഞാനിത് എങ്ങനെ അവനോട് പറയും? അവൻ എങ്ങനെ ഇത് സഹിക്കും? മിണ്ടി പോകരുത്. ഓ എന്റെ മുമ്പിൽ നിന്ന് നശിക്കാനുണ്ടായ ജന്മം. എന്താടി പറ്റിയേ? നീ എന്തിനാ കരഞ്ഞേ? ഒന്നുമില്ല.
നീ എവിടാ? ഇല്ല, ഞാൻ പോവില്ല. പിന്നെന്ത് ചെയ്യാനാ? അയാളോടും പറയില്ലെന്നേ. നീ ക്ലാസ്സിൽ പോ. പറയും, എന്റെ പപ്പയോട് പറയും. അത്രയ്ക്ക് അടുപ്പാ അവര് തമ്മില്. ഉറപ്പായിട്ടും പറയും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല, സത്യം. നമുക്ക് എങ്ങോട്ടേലും പോയാലോ? എടി, നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പിടികൂടിയാൽ ഞാനും പെടും. നിനക്കൊന്നുമില്ല. ഇനിയിപ്പോൾ അയാളെങ്ങാനും പ്രശ്നമാക്കിയാലും എനിക്കാ പണി. അപ്പോഴും നീ രക്ഷപ്പെടും. എടാ, നിനക്കൊന്നും വരില്ല. ഞാൻ പോയി ചത്തോളാം. എടി, ഞാൻ പറയുന്ന കേക്ക്. അയാൾ ആരോടും പറയില്ല. അപ്പൊ ലക്ഷ്മിയും ഫാത്തിമയും കണ്ടതോ? അവരുറപ്പായിട്ടും പറയും. ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ചാവും. നീ നോക്കിക്കോ, ചാവും, ഉറപ്പാ. എടി നിക്ക്, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ പറയുന്ന അനുസരിച്ചാ നീ രക്ഷപ്പെടും, ഞാനും രക്ഷപ്പെടും. അതല്ലാതെ മറ്റു മാർഗമില്ല. നീ തീരുമാനിക്കുക, മരിക്കണോ ജീവിക്കണോ എന്ന്. പാവപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരൻ ജോസഫിനും കുടുംബത്തിനും ഉണ്ടായ ദുരവസ്ഥ ഒരൊറ്റപ്പെട്ട സംഭവമല്ല. പൗരാവകാശങ്ങളും ജീവനും സംരക്ഷിക്കുവാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന കൊടും ക്രിമിനലുകൾക്ക് കടുത്ത ശിക്ഷ തന്നെ നീതിപീഠം ഉറപ്പുവരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കുടുംബം അനുഭവിച്ച വേദനകൾക്കും അപമാനങ്ങൾക്കും പകരം വെക്കാൻ ഒരു ശിക്ഷയ്ക്കും കഴിയില്ലെങ്കിലും നമുക്കവരെ ചേർത്ത് പിടിക്കാം. ഹൃദയം കൊണ്ട് ഒരു മാപ്പപേക്ഷിക്കാം. അല്ല, ഇതാരൊക്കെയാ? വായിങ്ങോട്ട്. എത്ര നാളായി എൻ്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടിട്ട്. കല്യാണത്തിന് വിളിക്കാഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു അമ്മച്ചിക്ക്. ഇപ്പൊ സന്തോഷമായി. വിധി എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ആരെയും പഴിച്ചിട്ടില്ല, ശപിച്ചിട്ടുമില്ല. ഉള്ളിലൊഞ്ഞൊരു കരച്ചിലിന് 1000 കുമ്പസാരത്തിൻ്റെ വിശുദ്ധിയുണ്ട്. കാലത്ത് അപ്പം ഉണ്ടാക്കി തരാം. നാളെ ഈസ്റ്റർ അല്ലേ?